Previous class discussed two questions. Question number 1. Renaissance made significant changes in human thought, views and life. What are they? Important question. Renaissance made significant changes in human thought, views and life. What are they? നവോത്ഥാനം മനുഷ്യൻ്റെ ചിന്തയിലും കാഴ്ചപ്പാടിലും ജീവിതത്തിലും ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടാക്കി. അവ എന്തൊക്കെയാണ്? ഈ പാഠത്തിലെ ഒന്നാമത്തെ ചോദ്യമാണ്. ഹ്യൂമനിസം മാനവികത, സയൻറ്റിഫിക് ടെമ്പർ ശാസ്ത്ര ബോധം, സ്പിരിറ്റ് ഓഫ് എൻക്വയറി അന്വേഷണ കൗതുകം, സ്പിരിറ്റ് ഓഫ് ക്രിറ്റിസിസം വിമർശന ബുദ്ധി, റാഷണൽ തിങ്കിങ് യുക്തി ചിന്ത, ആൻഡ് ഗ്രോത്ത് ഓഫ് വെർണാങ്കുലർ ലിറ്ററേച്ചർ പ്രാദേശിക ഭാഷകളുടെ വളർച്ച. റിനൈസൻസ് ഐഡിയാസ് നവോത്ഥാന ആശയങ്ങളാണ്. റിനൈസൻസ് ഐഡിയ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ ഹ്യൂമൻ തോട്ട്, വ്യൂ ആൻഡ് ലൈഫ്. നവോത്ഥാന ആശയങ്ങളാണ് ലോകത്ത് മനുഷ്യൻ്റെ ചിന്തയിലും കാഴ്ചപ്പാടിലും ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 2. What are the main ideas propagated Enlightenment thinkers? What are the main ideas propagated Enlightenment thinkers? ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ച ആശയങ്ങൾ എന്തെല്ലാമാണ്? ഫ്രീഡം, ഡെമോക്രസി, ഈക്വാലിറ്റി ആൻഡ് നാഷണലിസം. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത തുടങ്ങിയ ആശയങ്ങളാണ് ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ചത്. ഈ ആശയങ്ങളാണ് ലോകത്ത് വിപ്ലവങ്ങൾ ഉണ്ടാക്കിയത്. ആ വിപ്ലവങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കേണ്ടത്. ഒന്നാമത് ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ചർച്ച ചെയ്യുന്നത്. ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ക്രിസ്റ്റഫർ കൊളംബസ്, a sailor of the Spanish government, reached North America in 1492. He called the indigenous people as Indians. He thought that the place he reached was India. Later they were known as the Red Indians. Christopher Columbus, a sailor of the Spanish government, reached North America in 1492. 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ്. He called the indigenous people as Indians. അവിടെ കണ്ട തദ്ദേശീയരായ ജനങ്ങളെ ക്രിസ്റ്റഫർ കൊളംബസ് റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചു. He thought that the place he reached was India. അദ്ദേഹം വിചാരിച്ചത് ഞാൻ എത്തിയ സ്ഥലം ഇന്ത്യയാണെന്ന്. Later they were known as the Red Indians. The earlier colonies in America were established by a group of people who exiled to America from the religious persecution of the King of England in the 17th century on a ship called Mayflower. They were known as the Pilgrim Fathers. The earlier colonies in America were established by a group of people who exiled to America from the religious persecution of the King of England in the 17th century on a ship called Mayflower. They were known as the Pilgrim Fathers. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മേഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്. ഇവർ തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെട്ടു.
With the increase in European migration, the Red Indians were displaced to the interiors. The Europeans seized their land and flock of sheep. യൂറോപ്യൻ കുടിയേറ്റം വ്യാപകമായതോടെ റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടിയോടിക്കപ്പെട്ടു. അവരുടെ ഭൂമിയും ആട്ടിൻപറ്റവും യൂറോപ്യന്മാർ കവർന്നെടുത്തു. From the 16th century onwards, the Europeans began to migrate to North America. From the 16th century onwards, the Europeans began to migrate to North America. The major aim of the migration was to exploit the resources. 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്നും വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു കുടിയേറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. From the 16th century onwards, the Europeans began to migrate to the North America. The major aim of the migration was to exploit the resources. By the 18th century, England had established 13th colonies in the eastern coast of North America. 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. 13 colonies, 13 കോളനികൾ. നോർത്ത് അമേരിക്കയിൽ ഇംഗ്ലീഷുകാർ എസ്റ്റാബ്ലിഷ് ചെയ്ത 13 colonies: ന്യൂ ഹാംപ്ഷയർ, മസാച്യുസെറ്റ്സ്, റോഡ് ഐലൻഡ്, കണക്റ്റിക്കട്ട്, ന്യൂ ജേഴ്സി, ഡെലാവയർ, മേരിലാൻഡ്, നോർത്ത് കരോലിന, സൗത്ത് കരോലിന, ജോർജിയ, വെർജീനിയ, പെൻസിൽവാനിയ, ന്യൂയോർക്ക്. 13 കോളനികളാണ് ബ്രിട്ടീഷുകാർ വടക്കേ അമേരിക്കയുടെ കിഴക്കേ തീരത്ത് സ്ഥാപിച്ചത്. ഈ 13 കോളനികളിലെ ജനങ്ങളാണ് ബ്രിട്ടനെതിരെ സമരം ആരംഭിച്ചത്. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. This was a slogan that thundered along different parts of North America in the second half of the 18th century. No taxation without representation. This was a slogan that thundered along different parts of North America in the second half of the 18th century. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. 18-ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമായിരുന്നു ഇത്. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം. വാട്ട് ഡിഡ് ദ പീപ്പിൾ ഡിമാൻഡ് ത്രൂ ദിസ് സ്ലോഗൻ ഫ്രെയിംഡ് ബൈ ജെയിംസ് ഓട്ടിസ്? വാട്ട് ഡിഡ് ദ പീപ്പിൾ demand through this slogan framed by James Otis? ജെയിംസ് ഓട്ടിസ് രൂപം നൽകിയ ഈ മുദ്രാവാക്യത്തിലൂടെ ജനങ്ങൾ എന്തെല്ലാമാണ് ആവശ്യപ്പെട്ടത്? ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത് റെപ്രസെൻറ്റേഷൻ ഇൻ ഗവൺമെൻറ്. റെപ്രസെൻറ്റേഷൻ ഇൻ ഗവൺമെൻറ്, ഭരണ പങ്കാളിത്തം വേണമെന്നാവശ്യപ്പെട്ടു. Getting administrative share. ഇംഗ്ലണ്ടിലെ പാർലമെൻറ്റിൽ അംഗത്വം ലഭിക്കാൻ ആവശ്യപ്പെട്ടു. The right to free trade. സ്വതന്ത്രമായ വ്യാപാരത്തിനുള്ള അവകാശം വേണമെന്നും അമേരിക്കൻ ജനത ആവശ്യപ്പെട്ടു. One question related to no taxation without representation. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നതുമായി ബന്ധപ്പെട്ട്
ഒരു ചോദ്യമുണ്ട്. One question. No taxation without representation. This slogan was raised by the people of America as part of a powerful agitation. What are the circumstances that led to the agitation? Listen. No taxation without representation. This slogan was raised by the people of America as part of a powerful agitation. What are the circumstances that led to the agitation? ശക്തമായ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായാണ് അമേരിക്കൻ ജനത പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത്. അതിനിടയാക്കിയ സാഹചര്യം എന്തായിരുന്നു? This slogan framed by James Otis, 16th century onwards, the European began to migrate to North America. The major aim of the migration was to exploit the resources. 16ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്നും വടക്കേ അമേരിക്കയിലെ ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു കുടിയേറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. By the 18th century, England had established 13th colonies in the eastern coast of North America. അങ്ങനെ 18ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. നെക്സ്റ്റ് കണ്ടന്റ്, മെർക്കന്റലിസം. The British treated these colonies as centers for collecting raw materials for their industry and as market for selling their products. The British treated these colonies as centers for collecting raw materials for their industry and as market for selling their products. This policy, implemented by the British merchants with the help of their motherland in the American colonies, is known as mercantilism. This policy, implemented by the British merchants with the help of their motherland in the American colonies, is known as mercantilism. 18ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. തങ്ങളുടെ വ്യവസായങ്ങൾക്കാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ ഈ കോളനികളെ കണക്കാക്കി. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ ഈ നയം മെർക്കന്റലിസം എന്നറിയപ്പെടുന്നു. As part of mercantilism, several laws were implemented in the British colonies. മെർക്കന്റലിസത്തിൻ്റെ ഭാഗമായി നിരവധി നിയമങ്ങൾ ഇംഗ്ലീഷുകാർ കോളനികൾ നടപ്പിലാക്കി. മെർക്കന്റലിസ്റ്റ് ലോസ്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മെർക്കന്റലിസ്റ്റ് ലോസ് ആണ്. മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ: യൂസ് ഓഫ് ഷിപ്പ്, കപ്പലുകളുടെ ഉപയോഗം; സ്റ്റാമ്പ് ആക്ട്, സ്റ്റാമ്പ് നിയമം; എക്സ്പോർട്ട് ആക്ട്, കയറ്റുമതി നിയമം; മിലിറ്ററി ആക്ട്, സൈനിക നിയമം; ഇമ്പോർട്ട് ഡ്യൂട്ടി, ഇറക്കുമതി ചുങ്കം. ഇവയൊക്കെയാണ് മെർക്കന്റലിസ്റ്റ് ലോസ്, മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. യൂസ് ഓഫ് ഷിപ്പ്. The goods to and from the colonies must be carried only in British ships or ships built in the British colonies. The goods to and from the colonies must be carried only in British ships or ships built in the British colonies.
കപ്പലുകളുടെ ഉപയോഗം. കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. കപ്പലുകളുടെ ഉപയോഗം ഒന്നാമത്തെ മെർക്കന്റിലിസ്റ്റ് നിയമമാണ്. കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. സ്റ്റാമ്പ് ആക്ട്. സ്റ്റാമ്പ് നിയമം. British stamp must be affixed on all the legal documents, newspapers, pamphlets, license, etc. British stamp must be affixed on all the legal documents, newspapers, pamphlets, license, etc. സ്റ്റാമ്പ് നിയമം കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാമ്പ് പതിക്കണം. തേർഡ്, എക്സ്പോർട്ട് ആക്ട്. കയറ്റുമതി നിയമം. Products of colonies like sugar, wool, cotton, tobacco, etc. could only be exported to England. Products of colonies like sugar, wool, cotton, tobacco, etc. could only be exported to England. കയറ്റുമതി നിയമപ്രകാരം കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, വൂൾ, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റിയേക്കാവൂ. അതായത് കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര ആകട്ടെ, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. ആൻഡ് ഫോർത്ത്, മിലിറ്ററി ആക്ട്. സൈനിക നിയമം. Colonies must provide food and quarters for the British troops which were maintained in the colonies. Colonies must provide food and quarters for the British troops which were maintained in the colonies. സൈനിക നിയമം. ഈ നിയമപ്രകാരം കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണമെന്നുള്ളതാണ് സൈനിക നിയമം. കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണമെന്നാണ് ഈ നിയമം അനുശാസിക്കുന്നത്. ആൻഡ് ഫിഫ്ത്ത്, ഇമ്പോർട്ട് ഡ്യൂട്ടി. ഇറക്കുമതി ചുങ്കം. Import tax must be paid for the import of tea, glass, paper, etc. Import tax must be paid for the import of tea, glass, paper, etc. ഇറക്കുമതി ചുങ്കം. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. നെക്സ്റ്റ് കണ്ടന്റ്, ബോസ്റ്റൺ ടീ പാർട്ടി. അമേരിക്കയിൽ വിപ്ലവം ആരംഭിക്കുന്നതിന് മുമ്പ് നടന്ന ഒന്നാമത്തെ സംഭവം തന്നെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി. The high tax levied by the British government on tea fired up strong protest in America. The high tax levied by the British government on tea fired up strong protest in America. On 16 December
1773, a group of people of disguised as the Red Indians boarded the ships at night in the Boston harbor and threw 342 chests of tea into the sea. Boarded the ships at night in the Boston harbor and threw 342 chests of tea into the sea. This protest is known as the Boston Tea Party. ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധമുയർന്നു വന്നു. 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് കണ്ടന്റ്. അടുത്തത് ഇംഗ്ലീഷുകാരുടെ ചൂഷണ നിയമങ്ങൾക്കെതിരായി അമേരിക്കൻ ജനതയ്ക്ക് പോരാടാൻ ചില ചിന്തകരുടെ ആശയങ്ങൾ വളരെയധികം പ്രചോദനം നൽകിയിട്ടുണ്ട്. ജോൺ ലോക്ക്, തോമസ് പെയിൻ പോലുള്ള ചിന്തകരുടെ ആശയങ്ങൾ ഇംഗ്ലീഷുകാർക്കെതിരെ പൊരുതാൻ അമേരിക്കയിലെ കോളനി ജനങ്ങൾക്ക് പ്രചോദനം നൽകി. The ideologies of some thinkers also stimulated the people of the colonies to fight against the exploitative laws of the British. Write the thinkers' name and their ideologies. The ideologies of some thinkers also stimulated the people of the colonies to fight against the exploitative laws of the British. Write the thinkers' name and their ideologies. ഇംഗ്ലീഷുകാരുടെ ചൂഷണ നിയമങ്ങൾക്കെതിരായി പോരാടാൻ ചില ചിന്തകരുടെ ആശയങ്ങൾ കോളനിക്കാർക്ക് പ്രചോദനം നൽകി. ആ ചിന്തകരും അവരുടെ ആശയങ്ങളും ഏതെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം. ജോൺ ലോക്ക്. Everyone has some fundamental rights. No government has the right to suspend them. Everyone has some fundamental rights. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്. No government has the right to suspend them. അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ജോൺ ലോക്കിൻ്റെ ആശയമാണ് everyone has some fundamental rights. No government has the right to suspend them. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്. അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്ന് ജോൺ ലോക്ക് പറയുന്നു. തോമസ് പെയിൻ. There is something absurd in supposing a continent, North America, be perpetually governed by a foreign power, England. There is something absurd in supposing a continent, North American continent, be perpetually governed by a foreign power, England. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഇംഗ്ലണ്ട്, ഈ വൻകര വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. After watching this video, you have to read the textbook. Then you will get a clear and wide idea about the given topic. ഈ ഭാഗം കണ്ടതിനു ശേഷം ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പാഠഭാഗത്തെക്കുറിച്ച് തീർച്ചയായും നല്ല വ്യക്തതയുണ്ടാകും. I hope that we will meet tomorrow. നാളെ കാണുന്നതുവരെ എല്ലാ കുട്ടികൾക്കും എൻ്റെ നമസ്കാരം. And share the video with your friends.
നിങ്ങൾ ഈ വീഡിയോ ക്ലാസ് കണ്ടതിന് ശേഷം മറ്റു കുട്ടികൾക്കും ഇത് ഷെയർ ചെയ്യുക.